ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട്. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട്. കണ്ടു ഒരു പാപിയൻ നമോസ്താരമേൽക്കുവാൻ പോകുന്നു. കണ്ടു ഒരു പാപിയൻ നമോസ്താരമേൽക്കുവാൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗോന്നതങ്ങൾ വെടിഞ്ഞ് ഈ താരലോകത്തിലേക്ക് ഇറങ്ങി വന്ന് 33.5 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും നൽകി ലോകത്തിലെ സകല മാനവജാതിയുടെയും പാപത്തിന്റെ ശിക്ഷ തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് കയറിപ്പോയി പിതാവിന്റെ സന്നിധിയിൽ തന്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥത അടച്ചുകൊണ്ടിരിക്കുകയും ഇനി എത്രയും വേഗം തനിക്കായി കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ വാനമേഘങ്ങളിൽ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് സിസ്റ്റർ എലിയാമ്മ ചെറിയാൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന ഹേതുവായും തന്റെ സാക്ഷ്യ നിമിത്തമായും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം നീ വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. ആമേൻ. ശത്രുഗണം ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിലു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിലു ജയം ജയം എപ്പോഴും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാണിച്ച ആ നല്ല മാതൃക ഇന്ന് പകൽക്കാലം ഒരു സഹോദരിക്ക് പിൻപറ്റുവാൻ ദൈവം ഇടയാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും സ്നാനപ്പെടാത്തവരായി, ഈ മാതൃക അനുസരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തീരുമാനമെടുക്കൂ. അത് യേശുവേ, സ്നാനപ്പെട്ട് നിന്നോട് ചേരുവാൻ ഞാനും ഇതാ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൽ തീരുമാനമെടുക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ രാജീവ് സാർ പ്രാർത്ഥിച്ച് നമുക്ക് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കും. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രിയാനിക്ക് കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് കർത്താവ് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ, കർത്താവിന്റെ കൽപ്പനയായ സ്നാനം അനുസരിക്കുവാൻ കർത്താവേ ഉടനെ കൃപ ചെയ്ത വലിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, തന്റെ പേര് ജീവന്റെ പുസ്തകത്തിലോട്ട് നേടിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ നിത്യ നിയമപ്രകാരം ഹല്ലേലൂയ നിന്റെ മകൾക്ക് കർത്താവേ സ്നാനപ്പെടാൻ പറ്റും കൃപ നൽകിയല്ലോ.
അതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അഭിഷിക്തനെ അതിനായ ശക്തമായി കരങ്ങൾ ഉപയോഗിച്ചല്ലോ. സ്വർഗം അത് ഹല്ലേലൂയ അംഗീകരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ആമേൻ. അവിടുത്തെ പ്രിയപുത്രിയായി കർത്താവേ, അവിടുത്തെ മകളെ മാറ്റിയ ദൈവത്തിന്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അന്ത്യം വരെയും ഹല്ലേലൂയ തൻ വിശ്വസ്തതയായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ജീവകിരീടം പ്രാപിപ്പാൻ എന്റെ മകളെ ഉടനെ സഹായിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ തിരമാലകളും കോളുകളും ഒക്കെ കാറ്റുകളും ഒക്കെ ആചരിക്കുമ്പോൾ നിൽക്കുവാനുള്ള ദൈവകൃപ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെ ഇവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും അതിനെയും കണ്ടുകൊണ്ട് സ്തോത്രം ഇനി ഏകരസ്ഥാനത്തേക്ക് കൊണ്ടുവരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നത് പോലെ കേൾക്കണമേ. ഞങ്ങളുടെ മേൽ വിശേഷിച്ച് ഇന്ന് സഹോദരിയുടെ മേൽ ഇന്നും എന്നേക്ക് കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അവസാനിച്ചിരിക്കുന്നു.